ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1, അതായത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന ബ്ലോക്ക് 1 തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് വർക്കിന്റെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നാണ് തുടങ്ങിയത്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കാൻ പോകുന്നത്. രണ്ടാമതായിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ വൈ ആൻഡ് ഹൗ ഗ്രൂപ്പ്സ് ബിക്കം ദ ഫോക്കസ് ഇൻ എ ഗ്രൂപ്പ് വർക്ക്. ഒരു ഗ്രൂപ്പ് വർക്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്രൂപ്പുകൾ ഒരു ഫോക്കസ് ആയി മാറുന്നത് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മളുടെ ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ എവല്യൂഷനിൽ ഉണ്ടായ ഒരുപാട് മൈൽ സ്റ്റോൺസ്, വെസ്റ്റിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒരുപാട് മൈൽ സ്റ്റോൺസ്, ഏറ്റവും നാഴികക്കല്ല് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കുറെ സംഭവങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാണും. പിന്നെ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ വേരിയസ് അറ്റംപ്റ്റ്സ് അറ്റ് പ്രൊഫഷണലൈസേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, അതായത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഒരു മെത്തഡും പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സോഷ്യൽ വർക്കേഴ്സും അതുപോലുള്ള ആൾക്കാരും നടത്തിയിട്ടുള്ള ഒരുപാട് അറ്റംപ്റ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ മൂവിങ് ഓൺ ടു നമ്മുടെ ഇൻട്രൊഡക്ഷൻ. സോ നമുക്ക് അറിയാം, നമ്മൾ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഒക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക്, ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയുന്നതാണ്, ഹ്യൂമൻ ഇസ് എ സോഷ്യൽ ബീങ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിന്? അയാളുടേതായിട്ടുള്ള പേഴ്സണൽ ഗ്രോത്തിനും സോഷ്യൽ ഡെവലപ്മെന്റിനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എന്താ പറയാ, ഫാമിലീസിലുള്ള റിലേഷൻഷിപ്പ് ആവാം, സ്കൂൾസിലുള്ള റിലേഷൻഷിപ്പ് ആവാം, കമ്മ്യൂണിറ്റീസ് വഴിയാകാം. ഇതെല്ലാം വഴി എന്ത് ചെയ്യുക, ഓരോ വ്യക്തികളും ഒരുപാട് വാല്യൂസ്, എങ്ങനെ കോംപ്രമൈസ് ചെയ്യണം, എങ്ങനെ എംപതി, എങ്ങനെ ആ ഒരു എംപതി കാണിക്കണം, അല്ലെങ്കിൽ എങ്ങനെ എംപതി നമുക്ക് ഫീൽ ചെയ്യണം, എങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കണം, തുടങ്ങിയുള്ള ഒരുപാട് വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? പിന്നെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് അത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് പവർ ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ പവർ യൂസ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വലിനെയും സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ചൊരു കൂട്ടത്തോടെ ഉള്ളൊരു മാറ്റമാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് മെയിൻ ആയിട്ടും അതിന് ചെയ്യുന്നത്. ഓക്കെ, അത് മെയിൻ ആയിട്ടും എംഫസൈസ് ചെയ്യുന്നത് മ്യൂച്വൽ എയ്ഡ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായം, ഗ്രൂപ്പ് ഓട്ടോണോമി, ഗ്രൂപ്പിന് സ്വന്തമായിട്ടുള്ള ഒരു റൂള് റെഗുലേഷൻ, അങ്ങനെ ഗ്രൂപ്പ് ഓട്ടോണമി, പിന്നെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഇതെന്റെ പണിയല്ല, ഞാൻ ചെയ്യത്തില്ല, അങ്ങനെയല്ല, ഷെയർഡ് ആയിട്ടുള്ള, ഇത് എന്റെ പണിയും നിന്റെ പണിയുമാണ്, അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ജോലി, നമ്മുടെ ഒരു കർത്തവ്യമായതുകൊണ്ട് ഇതൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ആസ് ഓപ്പൺ സിസ്റ്റം, സോഷ്യൽ ഗ്രൂപ്പ്സ് കോൺസ്റ്റന്റ് ഇന്ററാക്ട് വിത്ത് ദെയർ എൻവയൺമെന്റ്. ഒരു ഓപ്പൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും, അവരുടെ എൻവയൺമെന്റ് ആയിട്ട് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എൻവയൺമെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾ ആയിട്ടാണ് മാറുന്നത്. ഐ മീൻ സോഷ്യൽ എൻവയൺമെന്റ് അല്ല, പകരം സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് ടൂൾ ആയിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദ പ്രാക്ടീസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇവോൾവ് ഫ്രം ഏർലി ക്ലബ്സ് ആൻഡ് റിക്രിയേഷണൽ മൂവ്മെന്റ്സ്. അതായത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്ന തുടക്കം, അതിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് തുടക്കത്തിൽ കുറെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലബ്ബുകൾ വഴിയും റിക്രിയേഷണൽ മൂവ്മെന്റ്സ് ഒക്കെ വഴിയും, അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ഒരു ഇപ്പൊ കറണ്ട് കാണുന്ന സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഒരു എന്താ പറയാ ഫൗണ്ടേഷൻ, laying the foundation for its current role in promoting personal and societal well-being. ഇന്നത്തെ കാലത്ത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ മെയിൻ ഉദ്ദേശം എന്താ? നമ്മുടെ പേഴ്സണലും സൊസൈറ്റിയുടെയും വെൽബീങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു ഏർലി ക്ലബ് അല്ലെങ്കിൽ ഒരു റിക്രിയേഷണൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നു സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ വരുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ഗ്രൂപ്പ്സ്. അണ്ടർസ്റ്റാൻഡിങ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ സയന്റിസ്റ്റുകൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവര് ഗ്രൂപ്പ്സിനെ ലബോറട്ടറി എക്സ്പെരിമെന്റ്സിലൂടെയാണ് പഠിച്ചത്. ഗ്രൂപ്പ്സിനെ ലബോറട്ടറി എക്സ്പെരിമെന്റ്സിലൂടെ പഠിച്ച്, അതുപോലെ തന്നെ ഗ്രൂപ്പ്സിലെ ലബോറട്ടറി എക്സ്പെരിമെന്റ്സിലൂടെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഒബ്സർവേഷൻസിലൂടെയാണ് അവര് ഗ്രൂപ്പുകളെ പഠിച്ചത്. അന്ന് പ്രാക്ടീഷണേഴ്സ്, സോഷ്യൽ വർക്കിലുള്ള പ്രാക്ടീഷണേഴ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് തെറാപ്പി എക്സ്പ്ലോർഡ് ഹൗ ഗ്രൂപ്പ് ഫങ്ഷൻ ഇൻ റിയൽ വേൾഡ് സെറ്റിംഗ്സ്.
അതായത് സോഷ്യൽ വർക്കിലും എഡ്യൂക്കേഷനിലും തെറാപ്പിയിലുമുള്ള പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്തു, അവര് ഗ്രൂപ്പ് എങ്ങനെയാണ് ഒരു റിയൽ വേൾഡ് സെറ്റിംഗിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ആര് പറഞ്ഞു, ആര് പഠിച്ചു, നമ്മുടെ സോഷ്യൽ വർക്കിലും എഡ്യൂക്കേഷനിലും തെറാപ്പിയിലുമുള്ള പ്രാക്ടീഷണേഴ്സ് അങ്ങനെ പഠിച്ചത്. എന്നാൽ സോഷ്യൽ സയന്റിസ്റ്റുകളോ ലബോറട്ടറി എക്സ്പെരിമെന്റ്സ്, കമ്മ്യൂണിറ്റി ഒബ്സർവേഷൻസ് വഴി. അപ്പൊ ഈ രണ്ട് അപ്രോച്ചും വഴി ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാ ഗ്രൂപ്പുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ സൈക്കോളജിയിലുള്ള റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ടെൻഡ് ടു കൺഫേം ടു ഗ്രൂപ്പ് നോംസ് ആൻഡ് ബിഹേവിയർ. ഓരോ ഇൻഡിവിജ്വൽസും ആ ഓരോരോ ഗ്രൂപ്പുകളുടെ നോംസും ബിഹേവിയറും ആയിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് ഇൻഡിവിജ്വൽസിന് ആ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ദ പ്രസൻസ് ഓഫ് അതേഴ്സ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ബാക്കിയുള്ളവരുടെ പ്രസൻസ് ഓരോ ഇൻഡിവിജ്വൽസിനെയും അവരുടെ ബിഹേവിയറിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അവർ പോലും അറിയാതെ. അപ്പൊ ഇതുവഴി ലീഡിങ് ടു ചേഞ്ചസ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിലും ആക്ഷനിലൊക്കെ ഇതുവഴി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗസ്റ്റാവ് ലീ ബോൺ describe this phenomena as group contagion or the group mind. ഇതിനെ നമ്മുടെ ഗസ്റ്റാവ് ലിബോൺ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഒരു പ്രക്രിയനെ ഈ ആള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പ് കണ്ടേജിയൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് മൈൻഡ്. ആ ഒരു ഗ്രൂപ്പിന് വരുന്ന ഒരൊറ്റ മൈൻഡ്, ആ ഒരു മൈൻഡ് എന്നുള്ള രീതിയിലാണ് ഗസ്റ്റാവ് ലിബോൺ പറഞ്ഞത്. ഓക്കെ, ഇതുവഴി എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ നിന്നും ഡിഫറെന്റ് ആകുന്നു എന്നാണ് ആള് കാണിച്ചു തന്നത്. പിന്നെ കൊഹസിവ്നെസ് കൂടുതലായിട്ടും പ്രെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന അട്രാക്ഷൻ, ആ ഒരു അട്രാക്ഷൻ കാരണമാണ് ആ ഗ്രൂപ്പ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. നമ്മുടെ ഈ മോളിക്യൂൾസ്, ഇപ്പൊ ഒരു സോളിഡ്, ഇപ്പൊ ഒരു നമ്മൾ എന്താ പറയുക ഒരു ക്യൂബ് എടുക്കുക, ക്യൂബിലുള്ള നമ്മുടെ മോളിക്യൂൾസ് ആറ്റംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് സോളിഡ് സ്റ്റേറ്റ് ആവുള്ളൂ. അല്ലാതെ അത് അവിടെയും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലിക്വിഡോ ഗ്യാസോ സ്റ്റേറ്റ് ആയി മാറില്ല. പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പും. ഓക്കെ, അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഓരോ മെമ്പേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നി അതിനകത്ത് നിലനിൽക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ ക്ലോസ്നെസ്, മ്യൂച്വൽ റെസ്പെക്ട്, ഷെയർഡ് ഗോൾസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റിസർച്ചേഴ്സ് ഈ ഐഡന്റിഫൈഡ് 3 റിവാർഡ് ദാറ്റ് സ്ട്രെങ്തൻ കൊഹിഷൻ. ഈ ഒരു കൊഹിഷൻ സ്ട്രെങ്തൻ ചെയ്യുന്ന വഴി കിട്ടുന്ന 3 റിവാർഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു ഇന്ററാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തത് സോഷ്യൽ ഇന്റർഡിപെൻഡൻസ്, അതായത് മെമ്പേഴ്സ് ബെനിഫിറ്റ് ഫ്രം ബീയിങ് ടുഗെദർ. ഒരുമിച്ച് നിൽക്കുന്നവരെ മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻസ്ട്രുമെന്റൽ ഇന്റർഡിപെൻഡൻസ്, അതായത് ഈ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സച്ച് ആസ് പ്ലേയിങ് ആൻ ഓർക്കസ്ട്ര ഓർ വർക്കിംഗ് ടുവേർഡ്സ് സോഷ്യൽ ചേഞ്ച്. എന്തെങ്കിലും ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനാണെങ്കിൽ ആ സോഷ്യൽ ചേഞ്ച് അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഒരു കോമൺ ഗോൾ, ഒരു ഇൻസ്ട്രുമെന്റൽ ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ studies have shown that even the mere presence of others can enhance individual performance. അതായത് ബാക്കിയുള്ളവരുടെ ജസ്റ്റ് പ്രസൻസ് മാത്രം മതി നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നല്ല അടിപൊളിയെ സെറ്റപ്പ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ സ്മോൾ ഇന്റിമേറ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് ഫാമിലി, ഫ്രണ്ട്സ്, ഇവരെല്ലാം നമ്മൾ പറയുന്നത് പ്രൈമറി ഗ്രൂപ്പ്സ് എന്നാണ്. ഇവരെല്ലാവരും തന്നെ ഓരോ വ്യക്തിയുടെയും വാല്യൂസ്, ബിഹേവിയർ ഡെവലപ്മെന്റിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പ്സ് എല്ലാം മാർക്ഡ് ബൈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് ഇവിടെ കൂടുതലായിട്ടും നടക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു കുറച്ചൊരു ഇമോഷണൽ ബോണ്ടിങ് ബാക്കിയുള്ള സെക്കൻഡറി ഗ്രൂപ്പ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അല്ലെങ്കിൽ ഒരു ഓക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ലാർജർ മോർ ഇംപേഴ്സണൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ പറയുന്നത് എന്താ സെക്കൻഡറി ഗ്രൂപ്പ്സ്. ഇത് കുറച്ചും കൂടെ ഫോർമൽ ആണ്, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്സ് ആണ്, അങ്ങനെ അധികം നാളൊന്നും നിൽക്കുന്ന റിലേഷൻഷിപ്പ് അല്ല, ഒരു ടൈം പീരീഡിലേക്കുള്ളതാണ്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒരു ഇൻഡയറക്റ്റ് മീൻസിലൂടെ ആയിരിക്കും. അപ്പോൾ ദീസ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആർ മോർ സ്ട്രക്ചർഡ്. ഈ ടൈപ്പിലുള്ള ഗ്രൂപ്പ് എല്ലാം കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആണ്. മാത്രമല്ല അവര് ഇമോഷണലി ലെസ് കണക്റ്റഡുമാണ്. ഓക്കെ, പിന്നെ സോഷ്യൽ ചേഞ്ചസ് സച്ച് ആസ് ഇൻക്രീസ് ബ്യൂറോക്രാറ്റൈസേഷൻ ആൻഡ് urbanization have contributed to the shift from close-knit ഇമോഷണലി ബോണ്ടഡ് ഗ്രൂപ്പ്സ് ടു മോർ ഇംപേഴ്സണൽ ഗോൾ ഓറിയന്റഡ് അസോസിയേഷൻസ്. അതായത് നമ്മളുടെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അവര് കുറച്ചും കൂടെ സിറ്റി ഏരിയാസിലോട്ട് വന്നു. ഇന്ന് നമ്മുടെ കുറച്ചും കൂടെ അർബണൈസ്ഡ് ആയി അല്ലെ. നമ്മൾ ഒരുപാട് ഗ്രാമങ്ങൾ ഇപ്പൊ സിറ്റി ഏരിയാസിലൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ബ്യൂറോക്രാറ്റൈസേഷനും അർബനൈസേഷനും ഒക്കെ കാരണം
പണ്ട് അല്ലെങ്കിൽ നേരത്തെ ഭയങ്കര അടുത്തിരുന്ന ഭയങ്കര ക്ലോസ്നെറ്റ് ആയിരുന്നു, ഇമോഷണലി ബോണ്ടഡ് ആയിരുന്ന ഗ്രൂപ്പ്സ് എല്ലാം ഇപ്പൊ എന്തായി, കുറച്ചും കൂടെ ഇംപേഴ്സണൽ ആയി. ഇംപേഴ്സണൽ എന്താണ്, സെക്കൻഡറി ഗ്രൂപ്പ്സ് കുറച്ചും കൂടെ ഇംപേഴ്സണൽ ആയി, അല്ലെങ്കിൽ ഗോൾ ഓറിയന്റഡ് അസോസിയേഷൻ ആയി. അപ്പൊ ഇതുവഴി നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രോഡർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ഹ്യൂമൻ റിലേഷൻഷിപ്സിൽ. നമ്മുടെ സമയം കാരണം ഉണ്ടായിരിക്കുന്ന ഒരു ബ്രോഡർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓൾറൈറ്റ്. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഗ്രൂപ്പ് വർക്ക് ആൻഡ് കേസ് വർക്ക്. ഗ്രൂപ്പ് വർക്കും കേസ് വർക്കും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും സെറ്റിൽമെന്റ് ഹൗസസിലാണ് നമ്മളിത് തുടങ്ങിയത്. അപ്പോൾ സെറ്റിൽമെന്റ് ഹൗസസ് ഈ ഗ്രൂപ്പ് വർക്ക് ആദ്യം തന്നെ യൂസ് ചെയ്തത് ആസ് എ ടൂൾ ഫോർ എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, സോഷ്യലൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. ഈ നാല് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പ് വർക്ക് സെറ്റിൽമെന്റ് ഹൗസസിലൊക്കെ യൂസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, സോഷ്യലൈസേഷൻ, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. ഇത്രയും കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗ്രൂപ്പ് വർക്ക് സെറ്റിൽമെന്റ് ഹൗസസിൽ ആദ്യം യൂസ് ചെയ്തത്. അപ്പൊ ഇതുവഴി എന്താ, അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. അവർക്കൊന്ന് വളരാൻ, ഒരു കളക്റ്റീവ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, സോഷ്യൽ ചേഞ്ചിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. പക്ഷെ കോൺട്രാസ്റ്റ് ഓൺ ദി അതർ ഹാൻഡ്, നമ്മുടെ ചാരിറ്റി ഓർഗനൈസേഷൻസിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തത് ഒരു ഇൻഡിവിജ്വൽ ഡയഗ്നോസിസിലായിരുന്നു, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ആ ഒരു കാര്യത്തിലായിരുന്നു. സെറ്റിൽമെന്റ് ഹൗസസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്തത് എന്തായിരുന്നു? ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ അവിടെ സെറ്റിൽമെന്റ് ഹൗസസിൽ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിവിജ്വൽസിന് എന്താണ്, അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം, അവർക്ക് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഒരുപാട് പേരുടെ സപ്പോർട്ട് അവർക്ക് ഗ്യാദർ ചെയ്യാം, എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരുമിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കാം. അപ്പൊ ഇതുവഴി ഒരു മ്യൂച്വൽ സെൽഫ് ഹെൽപ്പ് ആണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ചാരിറ്റി ഓർഗനൈസേഷൻസിലോട്ട് വന്നപ്പോഴോ അവിടെ ഒരു സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. സെറ്റിൽമെന്റ് ഹൗസിലാണെങ്കിലോ ഒരുപാട് സൈഡിൽ നിന്ന് ഹെൽപ്പ് വരുന്നുണ്ട്. സോ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ കേസ് വർക്ക് കുറച്ചും കൂടെ എംഫസൈസ് ചെയ്തത് ഒരു ഹെൽപ്പർ റെസിപ്പിയൻ മോഡലാണ്. ഞാനൊരു ഹെൽപ്പർ ആണ്, താങ്കൾ ആ ഹെൽപ്പ് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു ഹെൽപ്പർ റെസിപ്പിയൻ മോഡലാണ് നമ്മളുടെ കേസ് വർക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ബോർഡർ ഉണ്ട്, പവറും റിസോഴ്സസും ഒക്കെ തമ്മിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ബോർഡർ ഉണ്ട്. ഗ്രൂപ്പ് വർക്കിന്റെ കാര്യത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ എമേഴ്സ്ഡ് ഫ്രം ദ ഐഡിയ ഓഫ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് സെൽഫ് റിലയൻസ്. മ്യൂച്വൽ എയ്ഡും സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ ഈ രണ്ട് ഐഡിയനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് വർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇൻഡിവിജ്വൽസിന് ഒരു കളക്റ്റീവ് സപ്പോർട്ടും ആക്ഷനൊക്കെ വഴി വളരാനായിട്ട് സാധിക്കും. പിന്നെ കേസ് വർക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേസ് വർക്കേഴ്സ് കൂടുതലും ഇൻഡിവിജ്വൽ ആണ്, ഒരു വ്യക്തി ഉണ്ടാവത്തുള്ളൂ. കുറച്ചും കൂടി ഒരു സൈക്കോ ഡൈനാമിക് ആയിട്ടുള്ള ഇൻസൈറ്റ് ആയിരിക്കാം, കോൺക്രീറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് നമ്മുടെ ക്ലയന്റിന് ആവശ്യമല്ല, ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാകാം. എന്നാൽ ഗ്രൂപ്പ് വർക്കേഴ്സിന്റെ കാര്യം വരുമ്പോഴോ അവര് യൂട്ടിലൈസ് പ്ലാൻ പ്രോഗ്രാം ആക്ടിവിറ്റീസ്, ലൈക്ക് അവിടെ ഡിസ്കഷൻസ് നേരത്തെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പ്രോഗ്രാം ആക്ടിവിറ്റീസ് അല്ല, നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ്, ആർട്സ്, ക്രാഫ്റ്റ്, ഗെയിംസ്, സിംഗിങ്, ക്യാമ്പിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് വർക്കിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വഴി ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു, റിക്രിയേഷൻ ഉണ്ടാകുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നു, റിഹാബിലിറ്റേഷൻ ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പ് വർക്കിൽ നടക്കുന്നു. പക്ഷെ ഇവിടെയോ പാവം നമ്മുടെ ഇൻഡിവിജ്വൽ ഒറ്റയ്ക്കാം. ഓക്കെ. പിന്നെ ഗ്രൂപ്പ് വർക്ക് കുറച്ചും കൂടെ ഒരു തെറാപ്യൂട്ടിക്കും ആണ്, എന്നാൽ റിക്രിയേഷണൽ ഗോൾസും ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ഗ്രൂപ്പ് വർക്കിൽ വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കുറച്ചും കൂടെ എൻജോയ്മെന്റ് ഉണ്ടാകും, ഒരു പിയർ ഇന്ററാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പിയർ ഇന്ററാക്ഷൻ ഉണ്ടാകും, കുറച്ചും കൂടെ പ്രോബ്ലം സോൾവിങ്, പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുപാട് തലത്തിൽ നിന്ന് നമുക്ക് പ്രശ്ന പരിഹാരത്തിനുള്ള സൊല്യൂഷൻസ് കിട്ടും, ഒരുപാട് കാഴ്ചപ്പാടുകൾ കിട്ടും. അപ്പൊ പ്രോബ്ലം സോൾവിങ് ഉണ്ട്. എന്നാൽ കേസ് വർക്കിലോട്ട് വരുമ്പോഴോ അവിടെ കുറച്ചും കൂടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ ആണ്. ആ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെ ആളുടെ നോർമൽ ലൈഫിലോട്ട് നമുക്ക് പറഞ്ഞയക്കാം, അങ്ങനെ ഒരു റിഹാബിലിറ്റേഷൻ ആണ് നമ്മൾ അവിടെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ദ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ഇൻ ഗ്രൂപ്പ് വർക്കിലുള്ള ഒരു ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആണ്, കൊളാബറേറ്റീവ് ആണ്. ഗ്രൂപ്പ് വർക്കേഴ്സിനെ റെഫർ ചെയ്യുന്നത് പാർട്ടിസിപ്പൻസ്, ലൈക്ക് റെഫർ ടു ആസ് പാർട്ടിസിപ്പൻസ് ആസ് മെമ്പേഴ്സ് റാദർ ദാൻ ക്ലയൻസ്. ഗ്രൂപ്പ് വർക്കിലുള്ള മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിസിപ്പൻസ് നമ്മൾ പറയുന്നത് മെമ്പേഴ്സ് എന്നാണ്, ക്ലയൻസ് എന്നല്ല, മെമ്പേഴ്സ് എന്നാണ്. അപ്പൊ ഇതുവഴി മെമ്പേഴ്സിന്റെ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് വീക്ക്നെസ് ഉണ്ടാകും, പക്ഷെ
വീക്ക്നെസ്സിനെക്കാളും നമ്മൾ അവിടെ ഏറ്റവും മേക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്? അവിടെ സ്ട്രെങ്ത് ആണ്. ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ദ ഗ്രൂപ്പ് വർക്കർ ആക്ടഡ് ആസ് ഫെസിലിറ്റേറ്റർ ആൻഡ് മീഡിയേറ്റർ. അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഗ്രൂപ്പ് വർക്കർ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആൾ, ആ ആള് പറയുന്നതാണ് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ മീഡിയേറ്റർ. അവിടെ ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ അല്ല, പകരം ഇവർക്ക് ലൈക്ക് ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആവുന്നതിന് പകരം ഒരു മീഡിയേറ്റർ, അവരുടെ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ, ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ദിസ് റിക്വയർഡ് ഗ്രൂപ്പ് വർക്കേഴ്സ് ടു അഡാപ്റ്റ് ക്വിക്ലി. അപ്പൊ ഇത് കാരണം എന്താ, ഗ്രൂപ്പ് വർക്കേഴ്സിന് കുറച്ചും കൂടെ പെട്ടെന്ന് അവരായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടാവുകയാണ്. കാരണം എന്നാലേ നമ്മുടെ ഡൈനാമിക് ഗ്രൂപ്പ് ഇന്ററാക്ഷൻസ് നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അൺലൈക്ക് ദ ഹൈറാർക്കിക്കൽ നേച്ചർ ഓഫ് കേസ് വർക്ക്, ഒരു കേസ് വർക്കിൽ ഉണ്ടാവുന്ന എന്താ, ഒരു ഹൈറാർക്കിക്കൽ നേച്ചർ ആയിരിക്കും. പക്ഷെ ഗ്രൂപ്പ് വർക്കിലാണെന്നുണ്ടെങ്കിൽ, ഇവിടെ കേസ് വർക്കിൽ നമ്മൾ രണ്ട് കൂട്ടർ ഒരുമിച്ച് ഒരു പ്രശ്നം ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സൊല്യൂഷൻസ് രണ്ട് കൂട്ടർ ഇരുന്ന് പറയുന്നു, അത് വർക്ക്ഔട്ട് ആക്കാൻ നമ്മുടെ ക്ലയന്റിന് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മളത് വർക്ക്ഔട്ട് ആക്കാൻ നോക്കുന്നു. വർക്ക്ഔട്ട് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ എടുത്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അത് മോഡിഫൈ ചെയ്ത് വീണ്ടും വർക്ക്ഔട്ട് ആക്കാൻ നോക്കുന്നു, അങ്ങനത്തെ രീതിയിൽ. എന്നാൽ ഗ്രൂപ്പ് വർക്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഡിസിഷൻ മേക്കിംഗ് ഇൻ ഗ്രൂപ്പ് വർക്ക് വാസ് ഷെയർഡ്. ഗ്രൂപ്പ് വർക്കിലുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഷെയർഡ് ആണ്. മാത്രമല്ല ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ്, ലൈക്ക് അവർക്ക് ഓവർ ദ പ്രോസസ് ആൻഡ് ഔട്ട്കം, അവിടെ നടക്കുന്ന പ്രോസസ്സ്, അതിനകത്ത് കാരണം ഉണ്ടാകുന്ന ഔട്ട്കംസ്, ഇതിലെല്ലാം ഗ്രൂപ്പ് മെമ്പർ, ഞാനും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു, ഞാൻ കാരണം കൂടെയാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഗ്രൂപ്പ് വർക്കേഴ്സിന് ഒരു യുണീക്ക് സ്കിൽ സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അവർക്ക് ലൈക്ക് മസ്റ്റ് നീഡഡ് ആണ്. ഓക്കെ, അത് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ക്വിക്ക് തിങ്കിങ്, പെട്ടെന്ന് ആലോചിക്കാനായിട്ട്, ഐഡിയാസ് ഒക്കെ ടപ്പേ ടപ്പേ എന്ന് പറയണം. അപ്പൊ ക്വിക്ക് തിങ്കിങ് വരുന്നുണ്ട്, ഇമോഷണൽ അവയർനെസ് വരുന്നുണ്ട്, ഗ്രൂപ്പ് ഡൈനാമിക് മാനേജ്മെന്റ് വരുന്നുണ്ട്, ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ച്. അപ്പൊ ഈ സ്കിൽസ് എല്ലാം തന്നെ ദാറ്റ് ഡിഫേർഡ് സിഗ്നിഫിക്കന്റ്ലി ഫ്രം ദോസ് യൂസ് ഇൻ ട്രേഡ്. ഇതെല്ലാം തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കേസ് വർക്കിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽസ്, യൂണീക് സെറ്റ് ഓഫ് സ്കിൽസ് ആണ് നമ്മുടെ ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ മീഡിയേറ്റർ, ഫെസിലിറ്റേറ്ററിന് വേണ്ടത്. പിന്നെ കേസ് വർക്ക് ഒറിജിനേറ്റ് ചെയ്തത് ചാരിറ്റി ഓർഗനൈസേഷൻസിലായിരുന്നു. അതും ലേറ്റ് 1800s ഇത് ലൈക്ക് ഒറിജിനേറ്റ് ചെയ്തത്. മാത്രമല്ല അതും ഇംഗ്ലണ്ടിലാണ് ഇത് നടന്നത്. US ആണ് ഇംഗ്ലണ്ടില് നമ്മുടെ ചാരിറ്റി ഓർഗനൈസേഷൻസിന്റെ കേസ് വർക്ക് ഒറിജിനേറ്റ് ചെയ്തു. US ഗ്രൂപ്പ് വർക്ക് ഡെവലപ്പ് ചെയ്തു, എവിടെ, സെറ്റിൽമെന്റ് ഹൗസസിൽ. അപ്പോ ആൻഡ് ലേറ്റർ ഫൗണ്ട് യൂസ് ഇൻ മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ യൂസ് പിന്നീട് നമുക്ക് എപ്പോഴാ വന്നത്, മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു യൂസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും യൂത്ത് ഏജൻസീസിലും അതുപോലെ തന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്സിലും ഇവിടെ എല്ലാം തന്നെ എംഫസിസ് ബോസ് ഓൺ കമ്മ്യൂണിറ്റി, കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കമ്മ്യൂണിറ്റി, ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ കളക്റ്റീവ് എംപവർമെന്റ് ഒക്കെ ആയിരുന്നു നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പുകളുടെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉണ്ടായത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള രീതിയിലാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇമിഗ്രേഷൻ തുടങ്ങിയുള്ള സോഷ്യൽ ചേഞ്ചസിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആയിട്ടാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമുക്ക് ഉണ്ടായത്. അപ്പൊ ഇത് കാരണം, ലൈക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇമിഗ്രേഷൻ ഒക്കെ കാരണം ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായി, ലൈക്ക് ഐസൊലേഷൻ, പോവേർട്ടി, ഡെലിക്വൻസി, അങ്ങനെ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായി. അപ്പൊ ഗ്രൂപ്പ് വർക്ക് ഡെവലപ്പ് ചെയ്തത് ഈ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യാനും, ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക മാത്രമല്ല ഇവർക്കൊക്കെ ഒരു സോഷ്യൽ സ്കില്ല് പ്രൊമോട്ട് ചെയ്യാനും, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, മ്യൂച്വൽ സപ്പോർട്ട് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് വർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഇത് മെയിൻ ആയിട്ടും തുടങ്ങിയത് ഇൻഫോർമൽ ആയിട്ടായിരുന്നു, ഒരു സെൽഫ് ഹെൽപ്പ് സെറ്റിംഗ്സ് ലൈക്ക് സെറ്റിൽമെന്റ് ഹൗസസ്, YMCA, YWCA, ലേബർ യൂണിയൻസിലൊക്കെ ആയിരുന്നു ഇത് ആദ്യമേ തുടങ്ങിയത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു, റിക്രിയേഷൻ, എഡ്യൂക്കേഷൻ, മോറൽ ഡെവലപ്മെന്റ്, സോഷ്യൽ റിഫോം, ഈ ഒരു പർപ്പസ്, ഈ ഒരു ഗോളോട് കൂടി നമ്മൾ തുടങ്ങിയ ഗ്രൂപ്പ്സ് ആണ് ഇവിടെയൊക്കെ കൂടുതലായിട്ടും ഉണ്ടായത്. അപ്പൊ ഈ സെറ്റിംഗ്സ് എല്ലാം തന്നെ നമ്മുടെ ഇന്ന് കാണുന്ന ഗ്രൂപ്പ് വർക്കിന് ഒരു ബേസ് ലേ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്. പിന്നെ മേരി റിച്ച്മണ്ട്, ഈ ഒരു പേര് ആരും തന്നെ മറക്കാനായിട്ട് ചാൻസ് ഇല്ല. നമ്മുടെ കേസ് വർക്കിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് മേരി റിച്ച്മണ്ട്. മേരി റിച്ച്മണ്ട് 1922 ആള്
റെക്കഗ്നൈസ് ദ സൈക്കോളജിക്കൽ റോൾ ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സിന്റെ തന്നെ ഒരു സൈക്കോളജിക്കൽ റോൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മേരി റിച്ച്മൻഡ് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എംഫസൈസ് ദാറ്റ് പീപ്പിൾ ഗ്രോ ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയാണ് ആൾക്കാർ വളരുന്നത്, ആൾക്കാരുടെ ബിഹേവിയർ ഷേപ്പ് ആവുന്നത്, ആൾക്കാരുടെ ഒരു പേഴ്സണാലിറ്റി ഷേപ്പ് ആവുന്നത് എന്തുവഴി? സോഷ്യൽ ഇന്ററാക്ഷൻ വഴി. മേരി പാർക്കർ ഫോളറ്റ് promoted group process and democratic participation in her book The New State. 1926 ഇറങ്ങിയ The New State എന്ന് പറഞ്ഞ ബുക്ക്, ആ ബുക്കിന്റെ ഓഥർ ആയിട്ടുള്ള മേരി പാർക്കർ ഫോളറ്റ്, ആള് ഗ്രൂപ്പ് പ്രോസസ്സും ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷനും ഒക്കെ ആളുടെ ബുക്കായ ദ ന്യൂ സ്റ്റേറ്റിൽ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോൺ ഡ്യൂയി സപ്പോർട്ടഡ് എക്സ്പീരിയൻഷ്യൽ ആൻഡ് ഗ്രൂപ്പ് ബേസ്ഡ് ലേണിംഗ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലുള്ള എക്സ്പീരിയൻസിലും ഗ്രൂപ്പ് ബേസ്ഡ് ലേണിംഗും ഒക്കെ ജോൺ ഡ്യൂയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവഴി നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ വർക്ക് ഒരു ഗ്രൂപ്പ് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഷേപ്പ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ YMCA ഇത് 1844 നമ്മൾ ഫൗണ്ട് ഔട്ട് ചെയ്തതാണ് YMCA. ബൈ ലണ്ടനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഒറിജിനേറ്റ് ചെയ്തത് ബൈ സർ ജോർജ് വില്യംസ്. ആൻഡ് YWCA ആണെന്നുണ്ടെങ്കിൽ 1877, YMCA 1844ഉം YWCA 1877. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്തത്. എന്തിനു വേണ്ടി? സ്പിരിച്വൽ, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. യങ് മെന്നിന്റെയും വർക്കിംഗ് വുമന്റെ ഒക്കെ ഒരു സ്പിരിച്വൽ, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ YMCAയും YWCA ഒക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് വർക്കിന്റെ, അതായത് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് വർക്കിന്റെ ഒരു എക്സാമ്പിൾ, ഏർലി എക്സാമ്പിൾ എന്ന് പറയുന്നത് YMCAയും YWCA ആണ്. പിന്നെ വരുന്നതാണ് സെറ്റിൽമെന്റ് മൂവ്മെന്റ്. സെറ്റിൽമെന്റ് മൂവ്മെന്റ് വരുന്നത് 1880s അപ്പോൾ ഇതുവഴി നമുക്ക് കൊണ്ടുവന്നത് ഒരു സോഷ്യൽ റിഫോം ആണ് ആൻഡ് എഡ്യൂക്കേഷൻ ടു പുവർ കമ്മ്യൂണിറ്റീസ് ത്രൂ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വഴി നമ്മുടെ പാവപ്പെട്ട കമ്മ്യൂണിറ്റീസിനൊക്കെ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആക്കിയാണ് എടുത്തത്. നോട്ടബിളി ജെയിൻ ആഡംസ് ഹൾ ഹൗസ്. ജെയിൻ ആഡംസ് എന്ന് പറഞ്ഞ ഹൾ ഹൗസ് ഉണ്ട്, 1889 ഇത് ഷിക്കാഗോയിൽ വന്നത്. അപ്പോൾ ഇതിൽ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലേബർ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ചൈൽഡ് വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത് എന്തിന്റെ ഫോർമാറ്റിലായിരുന്നു? ഗ്രൂപ്പിന്റെ ഫോർമാറ്റിലായിരുന്നു. പിന്നെ പ്ലേ ഗ്രൗണ്ട് ആൻഡ് റിക്രിയേഷൻ മൂവ്മെന്റ് ബിഗാൻ വിത്ത് സാൻഡ് ഗാർഡൻസ് ഇൻ ബോസ്റ്റൺ. 1880s ഈ സാൻഡ് ഗാർഡൻസ് ഇൻ ബോസ്റ്റൺ ഇതുവഴി നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ആൻഡ് റിക്രിയേഷൻ മൂവ്മെന്റ് ആണ് പിന്നെ നമ്മൾ തുടങ്ങിയത്. ഇത് ഈ ഒരു എന്താ പറയാ മൂവ്മെന്റ് മെയിൻ ആയിട്ടും നയിച്ചത് pioneers like Mary Zacharswiska. മേരി സാക്കേഴ്സ്വിസ്ക ആണ് ഈ ഒരു നമ്മുടെ മൂവ്മെന്റ് മെയിൻ ആയിട്ട് ലീഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ദീസ് വേർ ഏർലി അറ്റംപ്റ്റ്സ് ടു യൂസ് ഗ്രൂപ്പ് പ്ലേ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് പ്ലേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ്സ് ആയിരുന്നു ഇതെല്ലാം. ദ മൂവ്മെന്റ് ഫോർമലൈസ്ഡ് ഇൻ ടു ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് റിക്രിയേഷൻ അസോസിയേഷൻ ഓഫ് അമേരിക്ക. ഈ ഒരു മൂവ്മെന്റ്, അതായത് മേരി സാക്കേഴ്സ്വിസ്ക ഫോം ചെയ്ത ഈ ഒരു മൂവ്മെന്റ് പിന്നീട് അങ്ങോട്ടേക്ക് ഫോർമലൈസ്ഡ് ആയി പ്ലേ ഗ്രൗണ്ട് ആൻഡ് റിക്രിയേഷൻ അസോസിയേഷൻ ഓഫ് അമേരിക്ക എന്നുള്ള ഒരു സംഭവമായിട്ടാണ് മാറിയത്. ഇത് മെയിൻ ആയിട്ട് അഡ്വക്കേറ്റ് ചെയ്തത് സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് റിക്രിയേഷന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ചും കൂടെ അഡ്വക്കേറ്റ് ചെയ്തത്. പിന്നെ വരുന്നതാണ് ഫ്രെഡറിക് ത്രാഷർ. ഫ്രെഡറിക് ത്രാഷറിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഈ ഗാങ്സ് ഒക്കെ അനലൈസ് ചെയ്തത് സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ആള് ഗാങ്സിനൊക്കെ അനലൈസ് ചെയ്തത്. അപ്പൊ ഇതുവഴി നമ്മുടെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ പറ്റിയിട്ട് ഒരു ഡീവിയൻ സെറ്റിംഗ്സിൽ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ പറ്റിയിട്ട് ഒരു ഇൻസൈറ്റ് ആണ് ആള് തന്നുകൊണ്ടിരുന്നത്. World War I-ന്റെയും II-ന്റെയും സമയത്ത് ഗ്രൂപ്പ് സ്റ്റഡീസ് ഒക്കെ നമ്മുടെ മിലിറ്ററിയിലും അതുപോലെ തന്നെ ഫാക്ടറി സെറ്റിംഗ്സിലൊക്കെ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതുവഴി ആൾക്കാരുടെ മൊറാല് കൂടി പ്രൊഡക്ടിവിറ്റിയും കൂടി. Later, researchers like Hughes and Warner studied informal group dynamics in workplaces. പിന്നീട് നമ്മുടെ റിസർച്ചേഴ്സ് ആയ ഹിഗ്സും വാർണേഴ്സും എന്ത് ചെയ്തു? നമ്മുടെ വർക്ക് പ്ലേസസിലുള്ള ഇൻഫോർമൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ അതിനെയൊക്കെ പറ്റി പഠിച്ചു തുടങ്ങി. പിന്നെ വരുന്നതാണ് ഫൗണ്ടേഷണൽ ഗ്രൂപ്പ് തിയറീസ്. ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തത് കീ തിങ്കേഴ്സ് ആണ്. ആദ്യത്തെ തന്നെ ചാൾസ് സ്കൂൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് പ്രൈമറി, ഇന്റിമേറ്റ് ആൻഡ് സെക്കൻഡറി ഫോർമൽ ഗ്രൂപ്പ്സ്. ഈ പ്രൈമറി ഗ്രൂപ്പിനെയും സെക്കൻഡറി ഗ്രൂപ്പിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത ചാൾസ് സ്കൂളെ. പിന്നെ ഫെർഡിനൻഡ് ടോണീസ് എന്താ ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ജെമൻഷാഫ്റ്റും
ജെസൽഷാഫ്റ്റും ജെസൽഷാഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ഫെർഡിനാൻഡ് ടോണീസ് പറഞ്ഞു. പിന്നെ വരുന്നതാണ് കേർട്ട് ലൂയിൻ ഡെവലപ്പ് ചെയ്തത് ഫീൽഡ് തിയറി ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് കേർട്ട് ലൂയിൻ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ബേൽസ്, ഹോമൻസ്, ബയോൺ, വെബർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പ് ബിഹേവിയർ, നോംസ്, ലീഡർഷിപ്പ്, സോഷ്യൽ റോൾസ് ഇതിലെല്ലാം തന്നെ അവരുടെ ഇൻസൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ തിയറിറ്റിക്കൽ അപ്രോച്ചസ് ഇൻ ഗ്രൂപ്പ് വർക്ക്, അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നെ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ അൺകോൺഷ്യസ് ഡ്രൈവ്സ് ആൻഡ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഉണ്ടാകുന്ന അൺകോൺഷ്യസ് ഡ്രൈവ്സിനെയും ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സിനെ ഒക്കെ പറ്റി പറയുന്നതാണ് എന്ത് സൈക്കോ അനലിറ്റിക് തിയറി. രണ്ടാമത് ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ ചേഞ്ച്, ഒരു വ്യക്തിയിൽ ബിഹേവിയർ ചേഞ്ച് എങ്ങനെ ഉണ്ടാകുന്നത് റീഎൻഫോഴ്സ്മെന്റ് വഴിയാണ്. മൂന്നാമത്തേത് ഫീൽഡ് തിയറി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് ആസ് എ ഫംഗ്ഷൻ ഓഫ് എൻവയൺമെന്റ് ആയിട്ടാണ് ഫീൽഡ് തിയറിയിൽ പറയുന്നത്. പിന്നെ വരുന്നതാണ് സിസ്റ്റംസ് തിയറിയിൽ ഗ്രൂപ്പ് ആസ് എ സിസ്റ്റം ഓഫ് ഇന്റർറിലേറ്റഡ് പാർട്സ്, ഒരു ഇന്റർറിലേറ്റഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇന്റർറിലേറ്റഡ് പാർട്സിന്റെ ഒരു സിസ്റ്റം ആയിട്ടാണ് സിസ്റ്റംസ് തിയറിയിൽ പറയുന്നത്. പിന്നെ വരുന്നതാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി എന്ന് പറയുന്നത് റിലേഷൻഷിപ്സ് ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് റിവാർഡ്സും പോസ്റ്റും ഒക്കെ വെച്ചിട്ടാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി എന്നാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിവാർഡ്സ് ആൻഡ് കോസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് അതൊക്കെ നിൽക്കുന്നത്, അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് വർക്ക് ബിക്കെയിം എ ഫോർമൽ പ്രൊഫഷൻ ഇൻ 1930s ഒക്കെ ആയപ്പോഴത്തേക്കും ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത് ഒരു ഫോർമൽ പ്രൊഫഷൻ ആയിട്ട് മാറി. ക്ലാര കേസർ ഇൻട്രൊഡ്യൂസ് വൺ ഓഫ് ദി ഫസ്റ്റ് കോഴ്സസ്. ക്ലാര കേസറാണ് ഈ ഗ്രൂപ്പ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ കോഴ്സ് ലൈക് എഡ്യൂക്കേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഗ്രേസ് കോയൽ പ്രൊമോട്ടഡ് ഗ്രൂപ്പ് വർക്ക് ഇൻ എഡ്യൂക്കേഷൻ. ഗ്രേസ് കോയൽ ആണ് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഗ്രൂപ്പ് വർക്ക് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്തത്. പിന്നെ ദ അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് വർക്ക് വരുന്നുണ്ട് 1936. ഇതെന്ത് ചെയ്തു, നാസോ ആയിട്ട് 1955 മെർജ് ചെയ്തു. ഓൾറൈറ്റ്. പിന്നെ ഇതുവഴി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ആണ് നമ്മുടെ ഗ്രൂപ്പ് വർക്കിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓൾറൈറ്റ്. അതായത് ഗ്രൂപ്പ് വർക്കിന് തന്നെ ഒരു നാസോ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഇൻഫ്ലുവൻഷ്യൽ ബുക്സ് ബൈ ഗ്രേസ് കോയൽ അതുപോലെ തന്നെ ഗർട്രൂഡ് വിൽസൺ, ഹാലക് ട്രെക്കർ, ജിസല കൊനോപ്ക, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എഴുതിയിരിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ബുക്സ് ഉണ്ട്. ഇതെല്ലാം 1940s 50s ആ ഒരു ടൈം പീരീഡിലായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഗ്രൂപ്പ് മെത്തേഡ്സ് എന്താന്ന് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലീഡർഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, ഗ്രൂപ്പ് ഡെവലപ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. മാത്രമല്ല ദേ വർക്ക് പ്രൊവൈഡ് ദി തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഗ്രൂപ്പ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഫ്രെയിം വർക്ക് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്തത്. ഗ്രൂപ്പ് വർക്ക് ഡിക്ലൈൻഡ് ഇൻ 1960s ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പ് വർക്ക് എന്ത് ചെയ്തു, പതിയെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. കാരണം സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു, അത് ഒരു മൂവ് ടുവേർഡ് ജനറലിസ്റ്റ് പ്രാക്ടീസിലോട്ട് നമ്മുടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ മാറ്റപ്പെട്ടു. അപ്പൊ ഇതുവഴി നമ്മുടെ ഗ്രൂപ്പ് മെത്തേഡ്സിലോട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്നാൽ however the interest revived with the launch of social work with ഗ്രൂപ്പ്സ് ജേർണൽ 1978 ഇറങ്ങിയ സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ആ ഒരു ജേർണലിൽ അവര് ഗ്രൂപ്പ് വർക്കിനെയൊക്കെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജേർണൽ വഴി നമുക്ക് ഈ ഗ്രൂപ്പ് വർക്കിന്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സഹായിച്ചു. ആൻഡ് ഫൗണ്ടിങ് ഓഫ് ദി അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്സ്. മാത്രമല്ല നമുക്ക് അവിടെ ഒരു അസോസിയേഷനും കൂടെ നമ്മൾ ഫൗണ്ട് ഔട്ട് ചെയ്തു. അതാണ് അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്സ്, AASWG. ഇതിന്റെ ഒരു എന്താ പറയാ ഫൗണ്ടിങ്ങോട് കൂടി നമുക്ക് ഗ്രൂപ്പ് വർക്കിന് നമ്മൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ചൈതന്യം, ആ ഒരു ജീവൻ നമുക്ക് തിരികെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പിന്നെ ഗ്ലോബലി ഗ്രൂപ്പ് വർക്ക് കുറച്ചും കൂടെ ഗെയിൻ ട്രാക്ഷൻ ഇൻ കൺട്രീസ് ലൈക്ക് ചൈന പോസ്റ്റ് 2016 ആ 2006 ആ ഒരു സമയത്തിന് ശേഷം ലൈക്ക് ചൈന പോലുള്ള കൺട്രീസിലൊക്കെ ഗ്രൂപ്പ് വർക്ക് കുറച്ചും കൂടി ഒരു ട്രാക്ഷൻ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. കാരണം വേർ ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് പോളിസി. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലും പോളിസിയിലൊക്കെ ചൈനയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനും പോളിസിയിലൊക്കെ ഗ്രൂപ്പ് വർക്കിനെ പറ്റിയിട്ട് അവരെന്ത് ചെയ്തു, മെൻഷൻ ചെയ്യാനും അത് ഇൻവോൾവ് ചെയ്യാനും അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി.
ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് വർക്ക് ബിക്കെയിം എ കീ സ്ട്രാറ്റജി ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷനിലൊക്കെ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് മാറി ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും. പിന്നെ റീസെന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ 1990s ഒരു 2000s വരെയുള്ള റീസെന്റ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് വർക്കിൽ ഉണ്ടായിട്ടുള്ള റീസെന്റ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് അഡോളസൻസ്, കാരൽ ആൻഡ് മോർഗനറ്റ് ഏരിയസ് അഡോളസൻസ്. പിന്നെ ഫാമിലി ആൻഡ് ഓൾഡർ അഡൾട്ട്സിലാണെന്നുണ്ടെങ്കിൽ ടോസ്ലാൻഡ് ആൻഡ് ഹേർലി. പിന്നെ വരുന്നത് ഇഷ്യൂസ് ഓഫ് ജെൻഡർ, റേസ് ആൻഡ് എംപവർമെന്റിൽ ബേസ് ചെയ്തിട്ട് ബ്രൗൺ, മിസ്റ്ററി, ബ്രെറ്റൺ. പിന്നെ ന്യൂ ഫോർമാറ്റ്സ് ലൈക്ക് ടെലിഫോൺ ഗ്രൂപ്പ്സ്, അത് ബ്രച്ചർ. ആൻഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ്, ഗ്ലാസ്മൻ ആൻഡ് കീറ്റ്സ്, ദാറ്റ് ഫോക്കസസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് എംപതി. ഇതെല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പ് വർക്കിൽ ഉണ്ടായിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. പിന്നെ കീ മോഡേൺ ടെക്സ്റ്റ് ആൻഡ് റിസോഴ്സസ് ഇൻക്ലൂഡ്, ഇതിനകത്ത് ആദ്യം തന്നെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ഗ്രൂപ്പ് വർക്ക് പ്രാക്ടീസ് ബൈ ടോസ്ലാൻഡ് ആൻഡ് റിവേഴ്സ്. ഇത് ഒരു ഫൗണ്ടേഷണൽ ഗൈഡ് ആണ് ഗ്രൂപ്പ് വർക്കിനെ പറ്റിയിട്ട്. ആൻ ഇൻട്രൊഡക്ഷൻ ടു ഗ്രൂപ്പ് വർക്ക് പ്രാക്ടീസ് ബൈ ടോസ്ലാൻഡ് ആൻഡ് റിവേഴ്സ്. പിന്നെ എൻസൈക്ലോപീഡിയ ഓഫ് ഗ്രൂപ്പ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ബൈ ഗിറ്റമൻ ആൻഡ് സാൽമൻ. ഗിറ്റമനും സാൽമനും കൂടെ ഒരുമിച്ച് എഴുതിയ എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വരുന്നത്. ഇത് ഒരു കോംപ്രിഹെൻസീവ് റെഫറൻസ് ആണ് തരുന്നത്. പിന്നെ യൂസിങ് ഗ്രൂപ്പ് വർക്ക് ബൈ മാർക്ക് ഡോയൽ. മാർക്ക് ഡോയൽ ലൈക്ക് മാർക്ക് ഡോയൽ എഴുതിയ യൂസിങ് ഗ്രൂപ്പ് വർക്ക്, ഇത് ഒരു പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗൈഡാണ് നമുക്ക് ആള് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്സ് ബൈ നോർത്തൺ, കർലാൻഡ് ആൻഡ് അതേഴ്സ്. ഇത് കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് തിയറി ആൻഡ് മെത്തേഡ്സ് മാനുവലിലൊക്കെയാണ്. തിയറി ആൻഡ് മെത്തേഡ്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മാനുവൽ ആണ് സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്സ് വരുന്നത്. പിന്നെ ഇന്ത്യയിലെ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പ് വർക്ക് മെയിൻ ആയിട്ടും വാസ് ഫോർമലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ 1936 ഇന്ത്യയിൽ ഗ്രൂപ്പ് വർക്ക് ഫോർമലി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും ഇൻഫോർമൽ ഗ്രൂപ്പ് പ്രാക്ടീസസ്, ആ സമയത്തും ഇൻഫോർമൽ ഗ്രൂപ്പ് പ്രാക്ടീസസ് ആയിട്ടുള്ള ലൈക്ക് എക്സിസ്റ്റഡ് ഏർലിയർ ഇൻ ചാരിറ്റിയുടെ ബേസിസിൽ റിലീജിയസ് എഡ്യൂക്കേഷൻ, സോഷ്യൽ മൂവ്മെന്റ്സ് ലൈക്ക് സർവോദയ, ഭൂതം തുടങ്ങിയുള്ള അത് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടെങ്കിലും ഫോർമലി ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഗ്രൂപ്പ് വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1936 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലൂടെയായിരുന്നു. പിന്നെ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ സോഷ്യൽ വർക്ക് സ്കൂൾസിലും ഗ്രൂപ്പ് വർക്കിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതും പല പല ടൈറ്റിൽഡ് അണ്ടറിലായിരിക്കാം. അത് ഗ്രാജുവേറ്റ് ലെവലിലും ഉണ്ട്, അത് BSW ആയിട്ടുണ്ട്, അല്ലാതെ MSW ആയിട്ടും ഉണ്ട്. പിന്നെ എഫേർട്സ് ടു ഡെവലപ്പ് ഇന്ത്യൻ ഗ്രൂപ്പ് വർക്ക് മെറ്റീരിയൽസ് ബിഗാൻ ഇൻ 1960s. 1960s ഇന്ത്യൻ ഗ്രൂപ്പ് വർക്കിന്റെ നമ്മൾ അത്രയും നാള് ഫോളോ ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ യൂറോപ്യൻ അങ്ങനത്തെ നമ്മുടെ വെസ്റ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ മെറ്റീരിയൽസ് ആണ്, ഗ്രൂപ്പ് വർക്ക് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. 1960s ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇന്ത്യൻ ഗ്രൂപ്പ് വർക്ക് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് എടുക്കാൻ തുടങ്ങിയത്. അതും വിത്ത് എ നോട്ടബിൾ ഇനീഷ്യേറ്റീവ് ഇൻ 1979. 1979 ബൈ ദ UN സെന്റർ ആൻഡ് ദ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്. ഇവരാണ് ഭയങ്കര ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്, ഇവരാണ് തുടക്കം ഇട്ടത്. ഓക്കെ. പിന്നെ മോസ്റ്റ് ഗ്രൂപ്പ് വർക്ക് തിയറീസ് ആൻഡ് മോഡൽസ് യൂസ് ഇൻ ഇന്ത്യ ആർ അമേരിക്കൻ. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന തിയറീസും മോഡൽസും എല്ലാം എന്താണ്? അമേരിക്കൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് ലോക്കൽ തിയറൈസേഷൻ റിമെയിൻസ് ലിമിറ്റഡ്. ഇപ്പോഴും നമ്മുടെ ലോക്കൽ തിയറൈസേഷൻ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഡൈവേഴ്സ് കൺട്രിയാണ്. ബാക്കിയുള്ള വെസ്റ്റേൺ കൺട്രീസിനെ പോലെയല്ല, ഇന്ത്യ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോക്കൽ തിയറൈസേഷൻ വേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ വലിയൊരു അത്യാവശ്യമാണ്. പക്ഷെ ഇന്നും അത് ലിമിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഗ്രൂപ്പ് വർക്ക് ഈസ് മെയിൻലി പ്രാക്ടീസ്ഡ് ഇൻ urban ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഹോസ്പിറ്റൽസ്, കറക്ഷണൽ ഹോംസ്, റെസിഡൻഷ്യൽ കെയർ സെറ്റിംഗ്സ്. ഇവിടെ എല്ലാം തന്നെ ഗ്രൂപ്പ് വർക്ക് ഇപ്പോഴും urban ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കേസസിൽ ഇപ്പോഴും ഗ്രൂപ്പ് വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? റിക്രിയേഷണൽ, എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ആക്ടിവിറ്റീസിലാണ്. കമ്മ്യൂണിറ്റീസിലോട്ട് വരുമ്പോഴത്തേക്കും ഗ്രൂപ്പ് വർക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് ഒരുമിച്ച് കൂടിച്ചേർന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മഹിളാ മണ്ഡൽസ്, യുവക് മണ്ഡൽസിലൊക്കെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇത് ഒരിക്കലും ഒരു ഫോർമൽ ഗ്രൂപ്പ് വർക്ക് ആയിട്ടൊന്നും അങ്ങനെ റെക്കഗ്നൈസ് ഒന്നും ചെയ്യാറില്ല. പിന്നെ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് എന്ത് ചെയ്യും? അവര് അപ്ലൈ ഗ്രൂപ്പ് വർക്ക് ത്രൂ ഫീൽഡ് വർക്ക് വഴിയാണ് അവർ ഗ്രൂപ്പ് വർക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവര് കുട്ടികളായിട്ട്, വുമൺ ആയിട്ട്, നമ്മുടെ അർബണും റൂറൽ ഏരിയാസിലായിട്ടുള്ള എൽഡർലി പീപ്പിൾ ആയിട്ടൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്താണ്, അങ്ങനെയാണ് അവർ ഗ്രൂപ്പ് വർക്ക് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ്സ് ലൈക്ക് ബാല സമിറ്റ്സ്, കുടുംബശ്രീ,
ഇതെല്ലാം തന്നെ അഡ്രസ്സസ് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ ബാലസമിതികളും കുടുംബശ്രീയൊക്കെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഓരോരോ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവർ അഡ്രസ്സ് ചെയ്യുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ പാരന്റിങ്, ഹെൽത്ത്, ഹൈജീൻ, ലിറ്ററസി, ലോക്കൽ ഗവർണൻസ് ഇതിനെയൊക്കെ ഈ ഇഷ്യൂസിനെയൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ബാലസമിതികളും കുടുംബശ്രീകളും ഒക്കെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഗ്രൂപ്പ്സ് ആണ്. ഗ്രൂപ്പ് വർക്കിന്റെ ഓരോരോ എക്സാമ്പിൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പിന്നെ ഗ്രൂപ്പ്സ് ഫോർ അഡോളസൻസ് ഫോക്കസ് അഡോളസൻസിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് സ്കില്ല്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഏർലി മാരേജ് അങ്ങനത്തെ ഒരു ലൈക്ക് റിലേറ്റഡ് റൂറൽ റിയാലിറ്റീസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് അഡോളസൻസിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു റെമഡിയൽ മോഡൽ എന്ന് പറയുന്നത് ഇസ് കോമൺലി യൂസ്ഡ് ഫോക്കസ് റെമഡിയൽ മോഡൽ ഇസ് കോമൺലി യൂസ്ഡ് ഫോക്കസിങ് ഓൺ ഐഡന്റിഫൈങ് പ്രോബ്ലംസ് പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അസസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും വിത്തിൻ ദ ഗ്രൂപ്പിനെ ഓരോ ഇൻഡിവിജ്വൽസിനും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെമഡിയൽ മോഡൽ. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് മ്യൂച്വൽ എയ്ഡ്. മ്യൂച്വൽ എയ്ഡ് എന്ന് പറയുന്ന ഒരു കീ ഫീച്ചർ ആണ്. എസ്പെഷ്യലി നമ്മുടെ നാരി നികേതൻസ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഇവിടെ എല്ലാം തന്നെ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ മ്യൂച്വൽ എയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫീച്ചർ ആണ്. പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഓൾസോ സപ്പോർട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ സോഷ്യൽ വർക്കേഴ്സും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള മ്യൂച്വൽ എയ്ഡ്, എംപവർമെന്റ്, കമ്മ്യൂണിറ്റി സെൽഫ് റിലയൻസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി. ഓൾറൈറ്റ്, അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് 2 എന്ന് പറയുന്നത്. യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. യൂണിറ്റ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് വർക്കിന്റെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി യൂണിറ്റ് 3 കാണാം. അതുവരെ ബൈ.